ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ലൊക്കേഷൻ മാറി. ഇന്ന് രാവിലെ ഞാൻ ഏതോ യാദൃശ്യം വെച്ചാൽ ഫോൺ എടുത്തപ്പോൾ ഇവിടുന്ന് ഈ ഇന്ത്യയിലുള്ള സ്ഥലത്ത് നിന്ന് വിളിച്ചാ അച്ഛൻ കുറവിലങ്ങാട് എത്തിക്കാണുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചത് ആദ്യം തന്നെ ചോദിച്ചേക്കുവാണ്. എന്തായാലും നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടത് വലിയ സന്തോഷമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഒരു സാക്ഷ്യം വായിക്കാം. എൻ്റെ പേര് ബിയ ജോബി. ഞാൻ അച്ഛൻ്റെ കുടുംബാംഗമാണ്. ഞാൻ ഒക്ടോബർ 2024 വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ വന്നു. കുറച്ച് മാസങ്ങളായിട്ട് ജോലി അന്വേഷിച്ചിട്ടും ഒരു ഇൻ്റർവ്യൂ പോലും വിളിച്ചിരുന്നില്ല. ഒറ്റ ഇൻ്റർവ്യൂ പോലും വിളിക്കണ്ടേ. ആ സമയത്ത് കരാമ സെൻറ് മേരീസ് പള്ളിയിൽ നടന്ന ധ്യാനം പിന്നെ ബിനോയച്ചനാണ് നയിച്ചിരുന്നത്. ഓക്കെ, ഞാൻ ആ പള്ളിയിൽ അവിടെ ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ പപ്പായുടെ നിർദ്ദേശപ്രകാരം ധ്യാനത്തിൽ പങ്കെടുക്കണമെന്നും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞിരുന്നു. അനുസരിച്ച് അച്ഛനെ കാണുവാനും എൻ്റെ ആവശ്യം പറയാനും എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. പിറ്റേ ദിവസം എനിക്ക് ഒരു ഇന്റർവ്യൂ ലഭിക്കുകയും അത് സെലക്ട് ആവുകയും ചെയ്തു. ഇപ്പോൾ ഞാൻ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഇവിടെ ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനോദിച്ചിന് പ്രത്യേക പ്രാർത്ഥനകൾ ഓർക്കുന്നത് പറഞ്ഞിട്ട് ബിയ ജോബി ദുബായ് എന്നുള്ള സാക്ഷ്യം അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കർത്താവിൻ്റെ ഒരു അനുഗ്രഹം. അത് കർത്താവിൻ്റെ ഒരു അനുഗ്രഹം കർത്താവ് പുരോഹിതരിലൂടെ തരുന്നേ ഉള്ളൂ. അതാണ് നമ്മളതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. വിശ്വാസമയത്തൊരു അനുഗ്രഹം കൊടുത്തു, അതിനൊരു ആശീർവാദം കാരണത്തരെ മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് നേരിട്ട് കണ്ടില്ലെങ്കിൽ ഫോണിലൂടെ കിട്ടുന്ന ആശീർവാദം കൊണ്ട് എന്തുമാത്രം അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായോ? വിശ്വാസം വേണം. ഹല്ലേലൂയ. എനിവേ, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനത്തെ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. നമ്മൾ ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാമത്തെ അധ്യായത്തിന്റെ 15-ാം തിരുവചനമാണ്. ബുക്ക് ആക്ട്സ് ചാപ്റ്റർ 8 വേഴ്സ് 15. തലക്കെട്ട് ഇങ്ങനെയാണ്: അവർ പ്രാർത്ഥിച്ച വിഷയം ഒന്ന് നോക്കണമേ എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ്? അവർ ചെന്ന്, അതായത് പശ്ചാത്തലം കണ്ട് പറഞ്ഞേക്കാം, ശമരിയാക്കാരും കൂടെ ദൈവവചനം സ്വീകരിച്ചു എന്നറിയാം. അപ്പോൾ ആ സമയത്തുള്ള സ്നേഹന്മാരെ നമ്മൾ ആ നാട്ടുകാർ യഹൂദരെല്ലാവരും കൂടെ അങ്ങോട്ട് അയക്കാം. അപ്പോൾ ആദ്യമേ ക്രിസ്ത്യാനികളായവർ അങ്ങോട്ട് അയച്ചിട്ട് ചെന്ന് എന്നിട്ട് അവർ ചെന്ന് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അപ്പോൾ ഈ അപ്പസ്തോലൻ അവർ പ്രാർത്ഥിച്ച വിഷയം നോക്കണേ. അപ്പോൾ അപ്പസ്തോലന്മാർ അവിടെ ചെന്നു. എന്നിട്ട് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇവരെ ശിരസിൽ കരങ്ങൾ വെച്ച് പരിശുദ്ധാത്മാവ് വിഷയം കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിനകത്ത് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ തന്നെ തടസ്സം പറഞ്ഞു വേണ്ടി ഞാൻ ആശീർവാദം തരും, അത് വേറെ വിഷയം. പക്ഷേ ആത്യന്തികമായിട്ട് പരിശുദ്ധാത്മാവ് അവരിലുണ്ട് അല്ലേ? ജ്ഞാനസ്നാനത്തിലോ ശൈലലേപനത്തിലൂടെ അല്ലെങ്കിൽ വചനം വഴിക്ക് പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ അത് ഉജ്ജ്വലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധാരാളം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പലരും ഡോർമെന്റ് സ്റ്റേജിലായിരിക്കും പരിശുദ്ധാത്മാവിന് പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് അത് വളരെ പ്രധാനം. നമ്മൾ പ്രാർത്ഥിച്ചാൽ പോരാ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് അറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് സ്നേഹപൂർവ്വം ഇതിനൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഓർക്കേണ്ട സമയത്ത് പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും പ്രാർത്ഥിക്കാമല്ലോ. വേറെ ഫ്രീ ആയിട്ടേ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. പ്രത്യേക സമയമൊന്നും അങ്ങനെ അലോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് ശുശ്രൂഷ ചെയ്യുന്നവർ അങ്ങനെയൊക്കെ പലരെയും ഓർത്തിട്ടുമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. കൂദാശകൾ, മാമോദീസ, സ്ഥൈര്യലേപനം, ഓരോ പിന്നെ കൂദാശകൾക്ക് മുമ്പ് പട്ടം കൊടുക്കുന്നതിന് മുമ്പ്, വിവാഹം ആശീർവദിക്കുന്നതിന് മുമ്പ്, അതിനുശേഷമാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? പുരോഹിതൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ കുറേ നാൾ ശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് പോലെ ചുമ്മാ അങ്ങോട്ട് കയറും. അങ്ങനെ അത് കയറിയ പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കുകയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷമാണ്, ഉദാഹരണം പറഞ്ഞാൽ കുട്ടികൾക്ക് പാരൻസ് ബ്ലെസ്സിങ് കൊടുക്കുകയാണ്. നിങ്ങൾ ഒന്നോട്ടൊന്ന് പ്രാർത്ഥിച്ചു എനിക്ക്, അതിനുശേഷം ഒന്ന് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു നോക്കിയാൽ ഭയങ്കര വ്യത്യാസമല്ലേ? പ്രൈസ് ദി ലോർഡ് അല്ലേ? അതിനകത്ത് ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി മറ്റൊരു മേഖലയെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ എല്ലാവരും പരിശുദ്ധാത്മാവ് അറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ കാണുന്നവരിൽ കണ്ടുമുട്ടുന്നവരിലൊക്കെ പ്രാർത്ഥിച്ചു. എന്നിട്ട് നമ്മളെ സംസർഗം വഴി ആത്മാവിന്റെ പകർച്ചയുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ കേട്ടോ. അപ്പൊ അപ്പസ്തോലന്മാർക്ക് വേണമെങ്കിൽ അവർക്ക് നേരിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയതൊക്കെയാണല്ലോ. എന്നാൽ പിന്നെ ഒരു കൈവപ്പ് വഴി കിട്ടുന്നുണ്ട്. നേരിട്ട് കയറി കൈവപ്പ് കൊടുക്കുകയല്ല ചെയ്ത് അവരിന്ന് പ്രാർത്ഥിച്ച് അവർക്ക് അതിനുശേഷമാണ് കരങ്ങൾ വെച്ച്. അപ്പൊ ഞാനൊക്കെ സഖീവനിലെ അഭിഷേക പ്രാർത്ഥനയൊക്കെ ധ്യാനത്തിന് മുമ്പ് നടത്തുന്നതിന് മുമ്പ് ടീം ഒരുമിച്ച് കൂടി കുറച്ച് സമയം പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഹോൾ ഡേ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുമായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഞാൻ ഓർക്കണം. എൻ്റെ അതിനു മുമ്പ് കുമ്പസാരിച്ച് ഒരുങ്ങി ശുശ്രൂഷയിൽ വരുന്നൊക്കെ ഞാൻ ഓർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വെറുതെ അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെ ഉണ്ട് കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. പുറകോട്ട് പോരും കേട്ടോ. സ്തുതിക്കാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയും. കർത്താവ് അത്ഭുതകരമായ സാന്നിധ്യം കൊടുക്കണമേ, അത്ഭുതകരമായ അഭിഷേകം കൊടുക്കണമേ. ഈ വചനം കേട്ട് ഓരോരുത്തർക്കും അവനവന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക ചൈതന്യം കർത്താവ് ഉജ്ജ്വലിക്കട്ടെ. കർത്താവ് ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് പുറത്തുനിന്നല്ല പരിശുദ്ധാത്മ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉജ്ജ്വലിക്കുകയാണല്ലോ ചെയ്യുന്നത്. ആ ഒരു കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ദുഷ്ടാര്യകളെ ബന്ധിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവായ ദൈവം നാളുകളായിട്ട് ഇന്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ ആപ്ലിക്കേഷൻസ് അയക്കുകയും ഒരൊറ്റ ഇന്റർവ്യൂ പോലും വിളിക്കുകയല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ആശീർവദിക്കുകയാണ്. ഈ സാക്ഷ്യം കേട്ട് വിശ്വസിച്ച് അനുദപിച്ച് കുമ്പസാരിച്ച് വചനം വായിച്ച് നല്ല ദൈവകൃപയിൽ ആശീർവാദം സ്വീകരിക്കാൻ ആര് സ്വീകരിക്കുന്നോ അവരുടെ മേൽ ഈ ആശീർവാദ സമയത്ത് ഈശോയുടെ കരം പതിയട്ടെ, തടസ്സങ്ങൾ വിട്ടുപോട്ടെ. നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇടവരട്ടെ, നിങ്ങൾക്ക് ജോലി ലഭിക്കട്ടെ, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തി കർത്താവിന് മാത്രം ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.